നമസ്കാരം. ബ്രിട്ടനെ വരുതിയിലാക്കാൻ ട്രംപിന്റെ ചതി. ഇറാന്റെ കുതിപ്പിൽ ഗൾഫ് കത്തിച്ചാമ്പലായി. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാവുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികളെ പരസ്യമായിട്ട് വിമർശിച്ചും വെല്ലുവിളിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് കുതിപ്പ് നടത്തുന്നു. ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത രാജ്യങ്ങൾ ഇനി സ്വന്തം നിലയ്ക്ക് ഇന്ധനം കണ്ടെത്തണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ പോയി പോരാടി ഇന്ധനം പിടിച്ചെടുക്കുക എന്നതാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം മൂലം എണ്ണക്ഷാമം നേരിടുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത്തരം രാജ്യങ്ങൾ ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്നും അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കടലിടുക്ക് തുറക്കുവാൻ അമേരിക്കയെ സഹായിക്കാത്ത യുണൈറ്റഡ് കിങ്ഡം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇനി അമേരിക്ക ഇടപെടില്ല എന്നും രാജ്യങ്ങൾ സ്വന്തമായിട്ട് പോരാടാൻ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നിർണായകമാണ് എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കരയുദ്ധം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നും മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങളും ഇനി മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കുചേരാനുള്ള തന്റെ ആഹ്വാനം നിരസിച്ച സഖ്യകക്ഷികളാണ് അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. രാജ്യങ്ങൾ സ്വന്തമായി പോരാടാൻ പഠിക്കണമെന്നും എല്ലായ്പ്പോഴും സഹായിക്കാൻ അമേരിക്ക കൂടെ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം വിമാന ഇന്ധനം ലഭിക്കാത്ത ഇറാന്റെ തകർച്ചയ്ക്കുള്ള നീക്കങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിച്ച UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ചില നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. അതിലൊന്ന് എന്ന് പറയപ്പെടുന്നത് US നിന്ന് എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പക്കൽ ധാരാളമുണ്ട്. 2, കുറച്ച് വൈകിയാണെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് കടലിടുക്കിലേക്ക് പോയി അത് പിടിച്ചെടുക്കുക. ഇങ്ങനെയാണ് ട്രംപ് അവരുടെ ഒരു പോസ്റ്റിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28 അമേരിക്ക പരിമിതമായിട്ടുള്ള സൈനിക നീക്കം അത് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന പ്രധാന ജലപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചത്. ഇത് രൂക്ഷമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാവുകയും നേരത്തെ ബാരലിന് $75 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില എന്ന് പറയപ്പെടുന്ന $100 മുകളിലേക്ക് കുതിച്ചുയരാൻ ഇടയാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന് കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഹോർമൂസ് കടലിടുക്ക് തുറപ്പിക്കുവാൻ ട്രംപിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പാത സുരക്ഷിതമാക്കാൻ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കണമെന്ന് അദ്ദേഹം സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതാരും പ്രതികൂലമായിട്ട് മാത്രം പറയുകയും എന്നാൽ അനുകൂലമായിട്ട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. ഇതോടെ രോഷം കടുപ്പിച്ച ട്രംപ് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഇനി സ്വന്തം കാര്യം നോക്കിക്കൊള്ളണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാണ് എന്ന് പറയപ്പെടുന്ന അങ്ങനെ പോരാടാൻ കഴിയുന്ന തരത്തിൽ ശീലിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാതിരിക്കുന്നത് പോലെ ഇനി മുതൽ അമേരിക്ക നിങ്ങളെ സഹായിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളും വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ 2 രാജ്യങ്ങളോടും അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റ് സഖ്യരാജ്യങ്ങളോടെല്ലാം നുണ പറഞ്ഞും അവരെ ആട്ടി അകറ്റിയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇറാന്റെ ശക്തി ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്നും പ്രയാസകരമായിട്ടുള്ള ജോലികൾ പൂർത്തിയായി എന്നും ഒക്കെ ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇനി നിങ്ങളുടെ എണ്ണ നിങ്ങൾ തന്നെ പോയി എടുത്തോളൂ എന്ന് രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാന്റെ ദേശീയ കറൻസിയിൽ ടോൾ ഈടാക്കാനുള്ള നിർദ്ദേശം അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാന്റെ പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത് അംഗീകരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കയും ഇസ്രയേലുമായും ബന്ധമുള്ള കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ കപ്പലുകളെ തടയുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാൻ സമാധാന കരാറിന് തയ്യാറാവുകയും കടലിടുക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തില്ല എങ്കിൽ അവിടുത്തെ ഊർജ്ജ നിലയങ്ങൾ അമേരിക്ക തകർക്കും. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപിനെ അല്ലെങ്കിൽ അമേരിക്ക വീണ്ടും ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായിട്ട് ഏപ്രിൽ 6 മുൻപ് ഇറാനുമായിട്ട് ഒരു കരാറിലെത്താനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് വാഷിംഗ്ടൺ പറയുന്നുണ്ട്. മാത്രമല്ല, എന്നാൽ കടലിടുക്ക് ഭാഗ്യമായി അടഞ്ഞുകിടക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിക്കുവാൻ ട്രംപ് തയ്യാറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കടലിടുക്ക് തുറക്കുവാനുള്ള സങ്കീർണമായ ദൗത്യം പിന്നീടത്തേക്ക് മാറ്റിവെക്കാൻ അദ്ദേഹം സഹായികളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അതേസമയം വാഷിംഗ്ടന്റെ ആവശ്യങ്ങൾ അമിതവും യാഥാർത്ഥ്യബോധമില്ലാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ US നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുന്നത്. ഇസ്രായേലിനും ഗൾഫിലെ US താവളങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. US സൈന്യം തങ്ങളുടെ മണ്ണിൽ പ്രവേശിച്ചാൽ ഗൾഫ് അറബ് രാജ്യങ്ങൾക്കെതിരെ കരയുദ്ധം ആരംഭിക്കുമെന്നും പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ വിരിക്കുമെന്നും ടെഹ്റാന്റെ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആദ്യ ആക്രമണങ്ങൾ ആരംഭിച്ച് 1 മാസത്തിലേറെ പിന്നിട്ടിട്ടും ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. സമാധാന കാലത്ത് ലോകത്തെ എണ്ണയുടെ 1/5 കൊണ്ടുവന്ന പേർഷ്യൻ ഗൾഫിലെ ഈ പ്രധാന ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ നിയന്ത്രണം എന്ന് പറയപ്പെടുന്നത്
ആഗോള എണ്ണ വില കുതിച്ചുയരുവാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളും ഒപ്പം തന്നെ എണ്ണ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള ഈ പറയുന്ന ഓഹരി വിപണികളെ ഉലയ്ക്കുന്ന അല്ലെങ്കിൽ ഉലയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വെടിനിർത്തൽ ഉടൻ ഉണ്ടായില്ല എങ്കിൽ, കടലെടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കുടിവെള്ളമാകുന്ന പ്ലാന്റുകൾക്ക് നേരെ അടക്കം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് കഠിനമായിട്ട് ബാധിച്ച അമേരിക്കയുടെ ഗൾഫ് സഖ്യകക്ഷികൾ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും തകർക്കുന്നവരെ പോരാട്ടം തുടരണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, മേഖലയിൽ ഈ വർദ്ധിച്ചു വരുന്ന രോഷത്തോട് പ്രതികരിച്ച ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി പറഞ്ഞ് തങ്ങൾ മേഖലയിലെ US സേനയെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നും ചൊവ്വാഴ്ച അവർ വീണ്ടും പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ അവർ പറയുന്ന ഒരു കാര്യം, അറബികളെയോ ഇറാനികളെയോ ബഹുമാനിപ്പിക്കാത്ത അല്ലെങ്കിൽ ബഹുമാനിക്കാത്ത, സുരക്ഷ നൽകാൻ കഴിയാത്ത ശത്രുക്കളായ അക്രമികളെയാണ് തങ്ങളുടെ ഓപ്പറേഷനുകൾ വഴി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇവിടെ ഇപ്പോൾ അരഗാച്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടനെ വരുതിയിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ സഖ്യ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കൂട്ടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ചില സഖ്യരാജ്യങ്ങളെ മാറ്റി നിർത്തുവാനും അകറ്റി നിർത്തുവാനും ട്രംപ് ശ്രമിക്കുന്നു. ഇറാന്റെ കുതിപ്പിൽ ഗൾഫ് കത്തിച്ചാമ്പലാവുന്ന കാഴ്ചയുണ്ടായിട്ടും ആരെയും തള്ളിക്കളയുവാനോ പുറത്താക്കുവാനുള്ള ശ്രമം ഇപ്പോഴത്തെ സമയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ബ്രിട്ടനെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ചതികൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാന്റെ കുതിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ നടക്കുന്നു. അത് ഗൾഫ് മേഖലയെ സത്യത്തിൽ കത്തിച്ച് ചാമ്പലാക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.